ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, അതായത് ചമ്മന്തി. നിങ്ങൾ ഒരുപാട് പേര് എപ്പോഴും ചെയ്യുന്ന റെസിപ്പി തന്നെയാണ്, പ്രത്യേകത ഒന്നുമില്ല. എന്നാൽ പോലും എനിക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ബിരിയാണി ചമ്മന്തി. അപ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ചയും മിക്കവാറും എല്ലാ വീടുകളിലല്ല, എന്നാലും ഒരുവിധപ്പെട്ട എല്ലാവരും ബിരിയാണി ചെയ്യുന്ന ദിവസങ്ങളാണ്. ഓൾറെഡി സമയം ലേറ്റ് ആയെന്ന് എനിക്കറിയാം, എന്നാൽ പോലും ചെയ്യാത്തവർ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയും ബിരിയാണി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. പൊട്ട വയ്യാണ്ട് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ നല്ല എരിവും പുളിയുമുള്ള ബിരിയാണി ചമ്മന്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബിരിയാണി ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പുതിനയുടെ ഇലയാണ്. പുതിനയുടെയും മല്ലിയുടെയും ഇല നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, കാരണം ഒരുപാട് മണ്ണുണ്ടാവും അതിൽ. നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയാണിത്. അതുപോലെ തന്നെ മല്ലിയുടെ ഇലയും ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. മല്ലിയുടെ ഇലയുടെ ഹാഫ് ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതായത് 2 കൈയാണ് മല്ലിയുടെ ഇല എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കൈ എടുത്താൽ മതി നമ്മുടെ പുതിനയുടെ ഇല. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് നാളികേരമാണ്. ഞാനിവിടെ ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് തണുപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന നാളികേരമാണിത്. ഇതിപ്പോ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പറയാൻ പറ്റില്ല എത്ര കറക്റ്റ് വേണമെന്നുള്ള അളവ്. പിന്നെ വേണ്ടത് പച്ചമുളക്. ഇപ്പോൾ ഇവിടെ 4 ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം 3 ഇട്ട് അരച്ച് നോക്കാതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര വേണ്ട, ഇതിന്റെ ഹാഫ് പോർഷൻ മതിയാകും. പിന്നെ വേണ്ടത് ഉപ്പ്, വിനീഗർ. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒരു മിക്സിയുടെ ചെറിയ ബൗൾ എടുക്കുക. അതിലോട്ട് ആദ്യം തന്നെ ഈ പച്ചമുളക് ചെറുതാക്കി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം 3 പച്ചമുളകാണ് ഞാൻ ഇടുന്നത്, നല്ല എരിവുള്ള പച്ചമുളകാണിത്. അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ചമ്മന്തിക്ക് എരിവ് അത്യാവശ്യമാണ്, എരിവ് മുന്നിട്ട് നിൽക്കണം. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ ഇഞ്ചി ചെറുതാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയും അങ്ങ് ചെറിയ പീസസ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ മാക്സിമം നമ്മൾ വെള്ളം കുറച്ച് അരയ്ക്കാൻ ഏറ്റവും നല്ലത്. നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മിയിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുക. വെള്ളം മാക്സിമം കുറച്ച് ചേർക്കാണ് അതിന്റെ ഏറ്റവും ടേസ്റ്റ്. ഇപ്പം ഇവിടെയൊക്കെ എനിക്കിപ്പോൾ ഇതിൽ അരയ്ക്കുമ്പോൾ അല്പം വെള്ളം ചേർത്തില്ലെങ്കിൽ എനിക്ക് അരയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഈ റെസിപ്പി ഞാനിങ്ങനെ ഒരുപാട് പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച അത്ര ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പല റെസ്റ്റോറൻറ്റിൽ പോയിട്ടും ഈ ബിരിയാണി ചമ്മന്തി കഴിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ദുബായിൽ ഞാൻ ഈ സിലിക്കൺ ഓയസസിൽ വന്നതിന് ശേഷം ഇവിടെ അടുത്തൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മലയാളി റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് വില കൂടെ കിട്ടുന്ന ഈ ബിരിയാണി ചമ്മന്തി ഭയങ്കര രസമാണ്. അപ്പം ഞാനിങ്ങനെ പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്തപ്പോൾ അതേ സെയിം ടേസ്റ്റ് എനിക്ക് കിട്ടിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയി. അവരുടെ അടുത്തൊന്നും നമ്മൾ റെസിപ്പി ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഓരോന്ന് റെസിപ്പി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ചേർത്തതെന്ന് നമുക്ക് എന്താ പറയുക, ചിലർ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ ചിലർ ചെറിയുള്ളി ചേർക്കും, പിന്നെ ചിലർ തൈരാണ് ചേർക്കാറ്. ഞാനിപ്പോൾ ഇതിൽ വിനീഗറാണ് ചേർക്കുന്നത്. വിനീഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. അപ്പൊ പല ഏരിയയിലും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കുന്നത്, ഞാനിവിടെ കഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ഗ്രീൻ പാർക്ക് റെസ്റ്റോറൻറ്റിലെ അതേ സെയിം ടേസ്റ്റ് വരുന്ന ബിരിയാണി ചമ്മന്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് പുതിനയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ തന്നെ മല്ലിയുടെ ഇല. അപ്പോൾ ഒരു ഹാഫ് കൈയാണ് ഞാൻ പുതിനയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ഫുൾ കൈ മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കുക. മല്ലിയുടെ ചെറിയ തണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് നന്നായി അരിഞ്ഞോളും. അതിന് വേണ്ടിയിട്ട് മല്ലിയുടെ തണ്ട് ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ മല്ലിയുടെ ഇല നോക്കുമ്പോൾ വാടി കിടപ്പുണ്ടാവും, നന്നായി വാടി ഇരിപ്പുണ്ടാവും. പക്ഷെ മഞ്ഞ കളറൊന്നും വന്നില്ല, പഴുത്തിട്ടുണ്ടാവില്ല, നല്ല വാടി ഇരിപ്പുണ്ടാവും. അങ്ങനെയുള്ള ഇലകളൊക്കെ എന്താ ചെയ്യേണ്ടത്, പുതിന ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയാണെങ്കിലും ഈ മല്ലിയിലാണെങ്കിലും എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഒരു ബൗളിൽ നിറച്ച് ഐസ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക. അതായത് ഐസ് വാട്ടർ റെഡിയാക്കുക, നല്ല തണുപ്പുള്ള വെള്ളം റെഡിയാക്കുക. അതിന് ശേഷം ഈ വാടിയിരിക്കുന്ന ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പോലെ അല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്ക് കിട്ടും. ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ടിപ്പാണത്. അപ്പോൾ ഈ ഐസ് വാട്ടറിൽ ഇടുന്ന ടിപ്പ് പലർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്ത കുറേ കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് മല്ലിയുടെ ഇലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് നോക്ക്. വെള്ളം ഇല്ലാണ്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കുത്തി നിറയ്ക്കണ്ട, ചെറുതാക്കി അരച്ചെടുക്കാം.
ഞാൻ വെള്ളം ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇല. ഇനി ഇതിലോട്ട് നമുക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? നാളികേരം ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്ത് നോക്കട്ടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. പിന്നെ പച്ചമുളകും നിൽക്കണം മുന്നോട്ട്. ഓക്കെ, അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്താ? വിനീഗർ, വൈറ്റ് വിനീഗർ. നിങ്ങൾക്ക് വിനീഗർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഓക്കെ, 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഇട്ടാ, കൂടുതലാവാൻ പാടില്ല. ഒരു നുള്ളു ഇല്ല, അല്പം മാത്രം വേണമെങ്കിൽ എണ്ണ എടുക്കാൻ പറ്റും. അത്ര കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധങ്ങളും ഇല്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഒതുക്കാനേ പാടുള്ളൂ. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒരിക്കലും ഈ ചമ്മന്തി അരച്ചെടുക്കാൻ പാടില്ല. ചട്നിയാണ് ഭയങ്കര പേസ്റ്റ് ആയിട്ട് അരയ്ക്കുന്ന സംഭവം. ചമ്മന്തി ഒരിക്കലും നമ്മൾ അങ്ങനെ പേസ്റ്റ് ആക്കില്ല കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. ഞാൻ ഇത് അരച്ചിട്ടുണ്ട്. നമുക്ക് നാളികേരം കുറച്ചും കൂടി കുറവാന്ന് തോന്നുന്നു. 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. അതായത് മൊത്തത്തിൽ ഇപ്പൊ ഞാൻ 4 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനീഗർ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ വിനീഗർ ചിലവർക്ക് അധികം വേണ്ടി വരില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചാൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ച് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. എനിക്ക് വിനീഗറിന്റെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം ഈ ചമ്മന്തിയിൽ പ്രത്യേകിച്ചും. പിന്നെ ഇഞ്ചിയും ഒരുപാടൊന്നും ഇടണ്ട. ഇഞ്ചിയൊക്കെ കുറച്ചിടാനേ പാടുള്ളൂ ഇതിലേക്ക്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കും. ഇഞ്ചിയുടെ ഫ്ലേവർ ഒന്നും ഒരിക്കലും ഇതിൽ മുന്നോട്ട് നിൽക്കാൻ പാടില്ല. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് അതൊന്ന് ചതച്ചെടുക്കും. അപ്പൊ ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പച്ചമുളക്. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പച്ചമുളക് കുറവാന്ന് തോന്നുകയാണെങ്കിൽ 1 പച്ചമുളകും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. എനിക്കിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 പച്ചമുളക് മതിയാവും. അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഇതിൽ 2-3 ഉണക്കമുന്തിരി ഇട്ടിട്ട് അരച്ചാൽ മതി. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ആ മുന്തിരി അരയ്ക്കുമ്പോൾ വേറൊരു എഫക്റ്റ് കിട്ടും. ഇവിടെ എൻ്റെ ഭർത്താവിന് എല്ലാത്തിൻ്റെയും കൂടെ മുന്തിരി വേണമെന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പല വിക്രികളിലൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതേ 2-3 മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് പുള്ളിക്കാരന് വേണ്ടി സ്പെഷ്യലായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ ഫൈനലായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് അരവ് കുറവ് പോലെ തോന്നിയ കാരണം ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ള കാര്യം. അരെ വാ, നല്ല എരിവുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര അടിപൊളിയാണ്. അതായത് നല്ല സ്പൈസിയാണ്, ടാങ്കിയാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്. പുതിനയുടെയും മല്ലിയുടെയിലൊക്കെ നല്ലൊരു ഫ്ലേവർ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡ് എന്ന് മാത്രമല്ല ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു അളവ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്കിഷ്ടം ഈ വിനീഗറിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നിങ്ങൾ ചേർത്ത് കൊടുത്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. ഗ്രീൻ പാർക്ക് സ്പെഷ്യൽ ബിരിയാണി ചമ്മന്തി. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മുന്തിരിയുള്ള ബിരിയാണിയുടെ കൂടെ മുന്തിരിയുള്ള ബിരിയാണിയുടെ കൂടെ തന്നെ അപ്പോഴേ ബിരിയാണി ചമ്മന്തി. ബിരിയാണിയിൽ നല്ലോണം മുന്തിരി ഉണ്ടെങ്കിൽ, ഈ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ബിരിയാണി ചമ്മന്തി എരിവുള്ളൂ കൂട്ടി കടിക്കുമ്പോ ആ മധുരം കൂട്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അത് ഗ്രീൻ പാർക്കിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കുമ്പോ അതില് മുന്തിരി. അതാ ഞാൻ പറഞ്ഞ ബിരിയാണിക്കല്ലേ ഞാൻ പറഞ്ഞത്.